സമസ്തയിലെ തമ്മിലടി തുടരുന്നു എന്ന വാർത്തയാണ് വീണ്ടും മലപ്പുറത്ത് നിന്ന് വരുന്നത്. മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസിയാണെന്ന് ആവർത്തിക്കുകയാണ് ബഹാവുദ്ദീൻ നദ്വി. കള്ളന്മാർ എന്ന ബഹുവചനം തന്നെയാണ് ഫൈസി യോഗത്തിൽ പ്രയോഗിച്ചത്. മുഷാവറയിലെ ചർച്ചകൾ താനാണ് പുറത്തുവിട്ടതെന്ന് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ബഹാവുദ്ദീൻ നദ്വി ഉമർ ഫൈസി മുഖത്തിനെതിരെ ശക്തമായ നിലപാടിലാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും താൻ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നാണ്. സമസ്തയിലെ പൊട്ടിത്തെറി അവസാനിക്കുന്നതേയില്ല. ഇതിൽ ഒരുപക്ഷെ ഒരാളെ പുറത്താക്കൽ മുഷാവറയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തു പോകുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധമുള്ള ഭിന്നതയാണ് ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മുഷാവറയിലുണ്ടായ പൊട്ടിത്തെറി അത് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാഴ്ച. മുഷാവറ അംഗങ്ങളായിട്ടുള്ള ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയും ഉമർ ഫൈസി മുഖവും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ബഹാവുദ്ദീൻ നദ്വി റിപ്പോർട്ടർ ചാനലിലൂടെ നടത്തിയ പ്രതികരണം നമുക്ക് മുന്നിലുണ്ട്. ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പ്രധാനപ്പെട്ട കാരണമായത് ഉമർ ഫൈസി മുഖത്തിന്റെ നിലപാടാണ്. ഉമർ ഫൈസി മുഖവുമായി ബന്ധപ്പെട്ട പരാതികൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കള്ളന്മാർ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയത് ജിഫ്രി തങ്ങളെ വിഷമിപ്പിച്ചു. അത് ചോദ്യം ചെയ്തുകൊണ്ട് ജിഫ്രി തങ്ങൾ ആ ഒരു യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു ബഹാവുദ്ദീൻ നദ്വി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ ഉമർ ഫൈസി മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരുന്നത് മുഷാവറയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയുന്നത് ശരിയായ നിലപാടല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ അധ്യക്ഷനെയും സമസ്തയും തന്നെ അപഹസിക്കുന്നൊരു നിലപാടാണ്, പരിഹസിക്കുന്നൊരു നിലപാടാണ് ഈ ബഹാവുദ്ദീൻ നദ്വി സ്വീകരിച്ചതെന്നുള്ളതായിരുന്നു ഉമർ ഫൈസിയുടെ പ്രതികരണം. എന്തായാലും ആ ഒരു പ്രതികരണത്തിനാണ് ഇപ്പോൾ മറുപടിയുമായി വീണ്ടും ബഹാവുദ്ദീൻ നദ്വി രംഗത്ത് വന്നിരിക്കുന്നത്. മുഷാവറയിൽ നിന്നും ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണമായത് ഉമർ ഫൈസിയുടെ നിലപാടും പ്രതികരണവുമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മുഷാവറയിലെ ചർച്ചകൾ താനാണ് പുറത്തുവിട്ടതെന്ന് ഒരു വിഭാഗം ഗീബൽസിയം നയം അനുസരിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. പരോക്ഷമായിട്ടുള്ളൊരു വിമർശനമായിട്ട് ഉമർ ഫൈസിക്കെതിരെ അദ്ദേഹം അത് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. കള്ളന്മാർ എന്ന ബഹുവചനം തന്നെ ഫൈസി യോഗത്തിൽ പ്രയോഗിച്ചിരുന്നു എന്ന് ആവർത്തിച്ച് ഉമർ ഫൈസിക്കെതിരെ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. മറ്റു മുഷാവറ അംഗങ്ങളോടെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ താൻ പറഞ്ഞതായിരുന്നു എന്ന് വസ്തുത എന്നുള്ളത് തെളിയുമെന്നുള്ളതാണ് ബഹാവുദ്ദീൻ നദ്വി ചൂണ്ടിക്കാണിക്കുന്നത്. മുഷാവർക്ക് ശേഷം ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തു വരുന്നതൊക്കെ തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്താണെന്നൊരു പ്രസ്താവന സമസ്തയുടെ പേരിൽ പുറത്തു വന്നിരുന്നു. സമസ്തയുടെ പ്രസ്താവനയായി തന്നെ അത് പ്രചരിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന യോഗങ്ങളിൽ എന്ത് നടപടിയാകും, തീരുമാനമാകും ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. അരുൺകുമാർ.